പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഒരു വീട് നിർമ്മാണത്തിൽ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റ്, ഒരു വീടിൻ്റെ പ്ലാൻ തൊട്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ് വരെ ആകുമ്പോഴത്തേക്ക് പല രീതിയിലാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. പലരും പറയാറുണ്ട് സ്ക്വയർ ഫീറ്റിന് 1800 രൂപ, അല്ലെങ്കിൽ 1900 രൂപ, അല്ലെങ്കിൽ 2000 രൂപ, അല്ല അതിന് മുകളിലൊക്കെ റേറ്റുകൾ പറയാറുണ്ട്. അപ്പോൾ എന്തിൻ്റെ ബേസിലാണ് ആ റേറ്റുകൾ വരുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിത് നിൽക്കുന്നത് കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സൈറ്റിലാണ്, കോട്ടയം മണർകാടുള്ളൊരു സൈറ്റിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് സിമെൻറ്റ് ബ്രിക്ക് കൊണ്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തത്. അതേപോലെ ഇതിൻ്റെ ഡോർസ്, വിൻഡോസ് എല്ലാം സ്റ്റീലാണ്. ഇപ്പോൾ ഈ വിൻഡോസ്, ഈ ഫ്രഞ്ച് വിൻഡോ ചെയ്തിരിക്കുന്നത് സ്റ്റീൽ വിൻഡോ ആണ്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഡോർ ചെയ്യാൻ പോകുന്നത് സ്റ്റീൽ ഡോറാണ്. അപ്പം സ്റ്റീൽ ഡോറൊക്കെ വെക്കുമ്പോൾ നമ്മളൊരു ഫിനിഷിംഗ് സ്റ്റേജിലാണ് അത് ഫിക്സ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഒരു പെയിൻറ്റിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അത് കൊണ്ടുവരുന്നത്. അപ്പോൾ ടൈലിംഗ് ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷമേ അത് വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതിലെല്ലാം ഡബ്രീസ് ഒക്കെ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരും. പിന്നെ അതിൻ്റെ സ്ക്രാച്ച് ഒക്കെ വീഴാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം ഫിനിഷിംഗ് സ്റ്റേജിലാണ്. ഇപ്പോൾ വുഡ് ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അത് വെച്ച് പണിയും. പക്ഷേ വിൻഡോയുടെ കേസിൽ വരുമ്പോൾ നമ്മൾ സ്റ്റീൽ വിൻഡോയും വെച്ച് പണിയാറുണ്ട്. ഇനി അതല്ല രണ്ടാമത് ഫിക്സ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ വെച്ചാണ് പണിത്. പിന്നീട് നമ്മൾ ഇതിൻ്റെ ഒരു രണ്ടാമത് പ്രൈമറൊക്കെ അടിച്ചത് ഒരു ഫിനിഷിംഗ് സ്റ്റേജിലാക്കി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ വീടിൻ്റെ റേറ്റിനെ പറ്റിയാണ്. ഇപ്പോൾ മെറ്റീരിയൽസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സിമെൻറ്റ് ബ്രിക്ക് വെച്ച് ചെയ്യുന്ന ഒരു റേറ്റ് അല്ല ഇഷ്ടിക അല്ലെങ്കിൽ റെഡ് ബ്രിക്ക് വെച്ച് ചെയ്യുന്ന ഒരു വീടിൻ്റെ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു സൈറ്റാണിത്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ റെഡ് ബ്രിക്കാണ്, ഇഷ്ടികയാണ്. ഇഷ്ടികയുടെ ഉള്ള മൊത്തത്തിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കെല്ലാം റെഡ് ബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ ഡോർസ്, വിൻഡോസ് എല്ലാം ചെയ്തിരിക്കുന്നത് തേക്ക് വുഡാണ്. അതിൻ്റെ മെയിൻ ഡോറ്, വിൻഡോസ് എല്ലാം തേക്കിൻ്റെ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ വ്യത്യാസമുണ്ട്, അതിൻ്റെ പ്ലാൻ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ സൈറ്റിൽ ചെയ്തിരിക്കുന്നത് ഒരു കണ്ടംപററി മോഡൽ സ്റ്റൈലാണ്. ഇവിടെ ഒരുപാട് ഡിസൈൻ വർക്കുകളോ അല്ലെങ്കിൽ ഒരു ബോക്സ് ടൈപ്പ് എലിവേഷനാണ്. അപ്പോൾ അവിടെ വരുന്ന ഒരു കോസ്റ്റ് ഡിഫറൻസും ഫിനിഷിങ്ങിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു സ്ലോപ്പ് റൂഫാണ് വരുന്നത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ ഡീറ്റെയിലിങ്ങിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ വേറൊരു സ്റ്റൈലിൽ ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ അവിടെ ചെയ്യുന്നതും തമ്മിൽ റേറ്റിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ സിമെൻറ്റ് ബ്രിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി ഒരു ബ്രിക്കിന് ഇവിടെ സൈറ്റിൽ വരുമ്പോൾ 42-43 രൂപയാണ് ഒരു ബ്രിക്കിൻ്റെ വില വരുന്നത്. ഇഷ്ടിക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വരുമ്പോൾ ഒരു 6-7 കട്ട സെയിമായിട്ട് വരും സിമെൻറ്റ് ബ്രിക്കുമായിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി വരുമ്പോൾ. അപ്പോൾ അവിടെ വരുമ്പോൾ ഒരു ഇഷ്ടികയ്ക്ക് വരുമ്പോൾ നമുക്ക് 10 രൂപ 11 രൂപ ഇഷ്ടികയ്ക്ക് വില വരും. അപ്പോൾ ഒരു 7 കട്ടയോളം വരും ഒരു സിമെൻറ്റ് ബ്രിക്കിൻ്റെ ഒപ്പം വരാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 77 രൂപ 75 രൂപ ഇഷ്ടിക വെച്ച് ചെയ്യുമ്പോഴുള്ള റേറ്റ് വ്യത്യാസം വരും. പിന്നെ അതിനകത്ത് വരുന്ന ജോയിൻസുകൾ തമ്മിലുള്ള അകലം, നമുക്ക് സിമെൻറ്റ് കട്ടയെക്കാട്ടി കൂടുതൽ ജോയിൻസ് വരും ഇഷ്ടികയ്ക്ക്. അപ്പോൾ അവിടെ വരുന്ന സിമെൻറ്റിൻ്റെ സാൻഡിൻ്റെയും ക്വാണ്ടിറ്റി, പിന്നെ അതിൻ്റെ ലേബർ കോസ്റ്റ്, അത് ചെയ്യുമ്പോൾ ഉള്ള ലേബർ കോസ്റ്റ്, അതെല്ലാം നമുക്ക് ഇഷ്ടികയ്ക്ക് കൂടുതലാണ് വരുന്നത്. പിന്നെ അതുപോലെ ഇഷ്ടിക വെച്ച് ചെയ്യുന്ന ഒരു ബ്രിക്കിൻ്റെ വോൾ തിക്നെസ് എന്ന് പറഞ്ഞത് ഏകദേശം ഒരു 23 സെൻറ്റിമീറ്ററോളം വോൾ തിക്നെസ് വരും. എന്നാൽ സിമെന്റ് ബ്രിക്ക് എന്ന് പറയുമ്പോൾ ഒരു 20 സെന്റിമീറ്റർ വരുള്ളൂ. അപ്പോൾ ഇതിന്റെ ഒരു തിക്നെസ് 20 സെന്റിമീറ്റർ. ഇതിന്റെ പ്ലാസ്റ്ററിംഗ് ഉൾപ്പെടെ കഴിയുമ്പോഴാണ് ഇത് 23 സെന്റിമീറ്ററിലേക്ക് വരുന്നത്. എന്നാൽ ഇഷ്ടികയാണെങ്കിൽ ഇത് പ്ലാസ്റ്ററിംഗ് എല്ലാം ചെയ്തു വരുമ്പോൾ ഒരു 25-26 സെന്റിമീറ്ററോളം അതിന്റെ തിക്നെസ് വ്യത്യാസം വരും. അപ്പോൾ അവിടെ വരുന്ന ഡോറ്, ഇപ്പം നമ്മൾ സിമെന്റ് കട്ടയിൽ ചെയ്യുന്ന ഒരു 9 ഇഞ്ചിന്റെ ഡോർ ഫ്രെയിം വെച്ചാൽ മതി. എന്നാൽ ഇഷ്ടികയിലേക്ക് വരുമ്പോൾ ഒരു 10 ഇഞ്ചിന്റെ ഡോർ ഫ്രെയിം വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതെല്ലാം നമ്മൾ കോസ്റ്റ് വ്യത്യാസം വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഫൗണ്ടേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ സിമെന്റ് കട്ടയിൽ ചെയ്യുമ്പം 20 സെന്റിമീറ്ററിന്റെ പ്ലിന്ത് ബീം ചെയ്താൽ മതി. അവിടെ വരുമ്പോൾ നമുക്ക് 23 സെന്റിമീറ്ററിന്റെ പ്ലിന്ത് ബീം ചെയ്യണം. അവിടെ വരുന്ന അത് മാറുമ്പോൾ തന്നെ അതിനകത്ത് സ്റ്റീലിന്റെയും കോൺക്രീറ്റിന്റെയും എല്ലാം ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും. അത്രയും വെട്ടിൽ ബീം ചെയ്യുമ്പോൾ അതിനനുസരിച്ചാണ് അതിന്റെ റിങ്ങിന്റെ വലിപ്പം വ്യത്യാസം വരും. അതിൽ വരുന്ന കമ്പിയുടെ മെയിൻ ബാറുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരും. അപ്പോൾ അതൊക്കെ വരുമ്പോൾ കോൺക്രീറ്റ് ക്വാണ്ടിറ്റി വ്യത്യാസം വരും. അതെല്ലാം ആ ഇഷ്ടിക വെച്ച് ചെയ്യുമ്പം അതിനനുസരിച്ച് അതിനനുസരിച്ച് അതിന്റെ താഴേക്ക് വരുന്ന പില്ലറുകളുടെ സൈസുകൾ, കോളത്തിന്റെ സൈസുകളെല്ലാം വ്യത്യാസം വരും. അപ്പോൾ അവിടെയൊക്കെ വരുമ്പോൾ അതനുസരിച്ച് കോസ്റ്റ് കൂടുതലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു വീടിൻ്റെ റേറ്റ് പറയുമ്പം നമ്മളൊരു സിമെൻറ്റ് ബ്രിക്ക് വെച്ച് ചെയ്യുന്ന ഒരു വീടിൻ്റെ റേറ്റ് ആയിരിക്കത്തില്ല ഇഷ്ടിക വെച്ച് ചെയ്യുന്ന ഒരു വീടിൻ്റെ റേറ്റ്. അതുപോലെ തന്നെയാണ് ആ വീടിൻ്റെ എലിവേഷൻ. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു സ്ലോപ്പ് റൂഫ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ഫ്ലാറ്റ് റൂഫ് വാർത്തതിന് ശേഷമായിരിക്കും അതിൻ്റെ മുകളിലേക്കുള്ള കൂര വരുന്ന ഭാഗത്തിൻ്റെ വർക്കുകൾ വരുന്നത്. അവിടെ ട്രസ് വർക്ക് അഡീഷണൽ ആയിട്ടൊരു വർക്ക് വരും. അപ്പോൾ നമുക്ക് ഈ മോഡലിലൊക്കെ, ഈ കണ്ടംപററി സ്റ്റൈലിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലാറ്റ് റൂഫ് മാത്രമേ വരുന്നുള്ളൂ അവിടെ പണി. പിന്നെ അതിൻ്റെ മുകളിൽ പാരപ്പറ്റിൻ്റെ വർക്ക് മാത്രമാണ് വരുന്നത്. പക്ഷേ സ്ലോപ്പ് റൂഫ് വരുമ്പോൾ നമ്മൾ പാരപ്പറ്റിൻ്റെ വർക്ക് ഇല്ലെങ്കിലും അതിനനുസരിച്ച് നമുക്ക് ബ്രിക്ക് വർക്ക് സ്ലോപ്പായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ മുകളിൽ പിന്നെ അതിൻ്റെ ട്രസ് വർക്കിൻ്റെ വർക്ക് വരും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫിനിഷിങ്ങിലേക്ക് അതിൻ്റെ ഓടിൻ്റെ പണി, അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകൾ, പെയിൻറ്റിങ്, അങ്ങനെയുള്ള ഒരുപാട് വർക്കുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്ട്രാ ആയിട്ട് വരും. അതുപോലെ തന്നെ നമുക്കിപ്പം സ്ട്രക്ചർ വർക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു ആർക്കിടെക്റ്റ് ഒരു സ്പെഷ്യൽ ഡിസൈനായിട്ടൊക്കെ ചെയ്യുന്നത്, ഇപ്പോൾ ഇതേപോലെയുള്ള വീടുകളൊക്കെ ഒരു നോർമൽ ഡിസൈൻ അല്ല, അതിനൊരു സെപ്പറേറ്റ് ആയിട്ട് അതിനകത്ത് ഒരുപാട് ഡീറ്റെയിലിംഗ് ഉണ്ട്. പ്രത്യേകിച്ച് ബേ വിൻഡോസ് വരുന്നു, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ബീമുകൾ, വലിയ കോർട്ട്യാർഡ് വരുന്നു, അല്ലെങ്കിൽ ചെറിയ വിൻഡോയ്ക്ക് പകരം വലിയ വലിപ്പമുള്ള വിൻഡോകൾ വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വലിയ വിൻഡോകളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് വിൻഡോയുടെ സൈസ് കൂടുന്ന അനുസരിച്ച് അതിന്റെ കോസ്റ്റ് കൂടുതലാണ്. ചെറിയൊരു വിൻഡോ വെക്കുന്ന കോസ്റ്റ് അല്ല വലിയ വിൻഡോ ചെയ്യുമ്പോൾ. വലിയ വിൻഡോകൾ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് വലിയ വിൻഡോയുടെ സൈസിൽ വ്യത്യാസം വരുമ്പം വിൻഡോയുടെ കോസ്റ്റ് ഓട്ടോമാറ്റിക്കലി കൂടും. നമ്മൾ ഇപ്പം സാധാരണ ഇതൊരു നോർമൽ ഫ്രഞ്ച് വിൻഡോ ആണ്, ഇതൊരു സ്റ്റീൽ വിൻഡോയും കൂടാണ്.
അപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് ആയിരിക്കത്തില്ല വുഡ് കൊണ്ടുള്ള ഒരു വിൻഡോയുടെ കോസ്റ്റ്. പിന്നെ പ്രത്യേകിച്ച് വലിയ വിൻഡോ ആണെങ്കിൽ അതനുസരിച്ച് കോസ്റ്റിൽ വ്യത്യാസം വരും. പിന്നെ അതുപോലെ തന്നെയാണ് ഇതിനകത്ത് വരുന്ന കമ്പിയുടെയൊക്കെ കാര്യങ്ങൾ. ഇപ്പം ഈ പട്ട കമ്പി എന്നൊക്കെ പറയുന്നത് ഇതിപ്പം സ്ക്വയർ പൈപ്പാണ്. ഇപ്പം ഇത് ഒരു 16 mm സ്ക്വയർ പൈപ്പാണ്. ഇനിയും റോഡായിട്ട് വരും, ഇൻസൈഡ് പൊള്ളയല്ലാതെ റോഡായിട്ടുള്ളത് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പം അതിൻ്റെ കോസ്റ്റ് കൂടുതലാണ്. ഇനി ഇത് തമ്മിലുള്ള അകലത്തിൽ വ്യത്യാസം വരുമ്പം അതിൽ കോസ്റ്റ് വ്യത്യാസം വരും. അപ്പം അതൊക്കെ വുഡിലേക്ക് മാറുമ്പം അത് വലിയ വ്യത്യാസമാണ് വരുന്നത്. ഇപ്പം തേക്കിൻ്റെ തടിയാണെങ്കിൽ അതിലും കൂടുതൽ കോസ്റ്റ് വരും. ഇപ്പം സ്റ്റീൽ വിൻഡോയിൽ ചെയ്യുന്ന കോസ്റ്റ് അല്ല തടിയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ വിൻഡോ വലുതാകുമ്പം അതിനനുസരിച്ച് നമുക്ക് വലിയ ബീമുകൾ മേളിൽ കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ സാധാരണ നമ്മളൊരു ലിൻഡൽ ചെയ്യുവാണെങ്കിൽ 15 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്ററുള്ള ചെറിയ ലിൻഡൽ ബീമുകളാണ് കൊടുക്കാറ്. അപ്പോൾ വലിയ വിൻഡോകൾ വരുമ്പോൾ ചിലപ്പോൾ 30 സെൻറ്റിമീറ്ററിൻ്റെ 40 സെൻറ്റിമീറ്ററിൻ്റെ ഒക്കെ വലിയ ബീമുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൽ വരുന്ന സ്റ്റീലിൻ്റെയും കോൺക്രീറ്റിൻ്റെയും ഒക്കെ ക്വാണ്ടിറ്റി വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ ആ വലിയ വിൻഡോ വരുന്നിടത്ത് ചെറിയ ലിൻഡലുകൾ കൊടുക്കാൻ പറ്റില്ല. ഇതിലാണെങ്കിൽ നമുക്ക് ചെറിയ ലിൻഡലുകൾ ചെയ്താൽ മതി. ഇനി അതല്ല, നമ്മൾ UPVCയോ സ്ലൈഡിങ് വിൻഡോസോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജിലാണ് അത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ബീമുകൾ എന്തായാലും സ്ട്രോങ് ആയിട്ട് തന്നെ ഈ വിൻഡോയിലല്ല അതിൻ്റെ സപ്പോർട്ടായിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഡയറക്റ്റ് ബീമായിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിൻ്റെ ലേബർ കോസ്റ്റും ഒക്കെ കൂടുതലാണ്. നമുക്ക് സാധാരണ ഇപ്പോൾ ഒരു വിൻഡോ വെച്ച് പണിയുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പ്ലാസ്റ്ററിങ്ങിൻ്റെ ഈ സെയിം ലെവലിൽ ഇങ്ങനെ പ്ലാസ്റ്റർ ചെയ്ത് പോയാൽ മതി ഒരു മേസനെ സംബന്ധിച്ച്. നമ്മളൊരു കട്ടിങ് വരും. ഇവിടെ ഇപ്പം ഡോർ വെച്ചിട്ടില്ലാത്തൊരു ഫേസ് ആകുമ്പം ഇവിടെ നമുക്ക് ഇതിൻ്റെ കോർണർ കാര്യങ്ങളെല്ലാം നമുക്ക് ലേബർ കോസ്റ്റ് കൂടുതൽ വരും. ഇതിൻ്റെ സൈഡുകൾ തേക്കുന്നത്, ഇതിൻ്റെ പ്ലംബ് കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ രണ്ടാമത് നമുക്കൊരു ഡോർസ് ഒക്കെ കൊണ്ട് സെറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ പ്ലംബ് അല്ലെങ്കിൽ അതിൻ്റെ ലൈനൊക്കെ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഗ്യാപ്പുകൾ വരും, ഇത് ചേർത്ത് വെക്കാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. പിന്നെ ഇത് രണ്ടാമത് പൊട്ടിച്ച് തേക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അതൊക്കെ നമുക്ക് കോസ്റ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളൊരു വിൻഡോ വെച്ച് പണിയുന്നതും രണ്ടാമത് സെറ്റ് ചെയ്യുന്നതും ഒക്കെ ഇതിനകത്ത് കോസ്റ്റ് വ്യത്യാസം വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് നമ്മളിതിൻ്റെ ടോട്ടൽ എസ്റ്റിമേറ്റ് നോക്കുമ്പോൾ പലപ്പോഴും ഈ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് വെച്ച് പറയുന്നതൊരു ചെറിയ മണ്ടത്തരം തന്നെയാണ്. നമുക്കൊരിക്കലും ഒരു 1000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റുള്ള ചെറിയ വീടുകൾ അല്ലെങ്കിൽ ഒരു 500 സ്ക്വയർ ഫീറ്റ് തൊട്ടുള്ള ചെറിയ വീടുകളൊക്കെയാണ് നമുക്കൊരു സ്ക്വയർ ഫീറ്റ് റേറ്റ് നമുക്ക് പറയാം. ഏകദേശം ഒരു നോർമൽ വർക്കുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം കാണിച്ചതുപോലെ ഒരു സ്ട്രക്ചറലി ഒരുപാട് ഡിസൈൻ വർക്കുകളോ അല്ലെങ്കിൽ ഈ സിമെന്റ് ബ്രിക്കിന് പകരം റെഡ് ബ്രിക്ക് അല്ലെങ്കിൽ വലിയ വിൻഡോസ്, വലിയ ബീമുകൾ അല്ലെങ്കിൽ സ്ലോപ്പ് റൂഫുകൾ, കൂരയൊക്കെ വരുന്ന വീടുകൾക്ക് നമുക്ക് ഒരിക്കലും ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് വീടുകാരെ സംബന്ധിച്ചാണെങ്കിലും ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ചാണെങ്കിലും അത് തെറ്റാണ്. നമുക്കതിൻ്റെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കണം, ഓരോ ഐറ്റം വൈസ്. അങ്ങനെ ഒരു ഐറ്റം വൈസ് റേറ്റ് പറയുന്നതാണ് എപ്പോഴും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കോൺക്രീറ്റ്, നമ്മൾ കോളം ഫുട്ടിങ് ചെയ്യുന്ന കോൺക്രീറ്റിന് M3 അല്ലെങ്കിൽ ക്യൂബിക് അടിക്ക് ഇത്ര രൂപ, അല്ലെങ്കിൽ അതിൽ വരുന്ന കമ്പി കെട്ടുന്നതിന് കിലോയ്ക്ക് ഇത്ര രൂപ, അല്ലെങ്കിൽ പ്ലാസ്റ്ററിംഗ് ആണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ, പെയിന്റിംഗ് ആണെങ്കിലും സ്ക്വയർ ഫീറ്റിന് ഇത്ര, അങ്ങനെ ഓരോ ഐറ്റം വൈസ് നമ്മൾ റേറ്റ് പറയണം. അതാണ് അതിൻ്റെ ശരിയായ രീതി എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു സ്ക്വയർ ഫീറ്റ് മൊത്തത്തിൽ അതിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് പറയുകയാണെങ്കിൽ അതിൻ്റെ പ്ലിന്ത് ഏരിയ വെച്ചിട്ടാണ് നമ്മൾ സ്ക്വയർ ഫീറ്റ് പറയുന്നത്. അപ്പോൾ അത് ചിലപ്പം ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് ചിലപ്പോൾ 3 ബെഡ്റൂം ആയിരിക്കാം, അല്ലെങ്കിൽ 2 ബെഡ്റൂം ആയിരിക്കാം. ഇനി അതല്ല 4 ബെഡ്റൂമിൽ കൂടുതലും വേണേൽ 1000 സ്ക്വയർ ഫീറ്റ് ചെയ്യും. അപ്പോൾ അതിനകത്ത് വരുന്ന വർക്കിൻ്റെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ 3 ബെഡ്റൂം ചെയ്യുന്ന കോസ്റ്റ് അല്ല 2 ബെഡ്റൂം ചെയ്യുന്നത്. അതിനകത്ത് വോളിൻ്റെ ലെങ്ത് വ്യത്യാസമുണ്ട്. വോളിൻ്റെ എണ്ണം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ച് അതിൻ്റെ പ്ലാസ്റ്ററിങ്ങിൻ്റെ 2 സൈഡും വരുന്ന പ്ലാസ്റ്ററിങ്ങിൻ്റെ ഏരിയ വ്യത്യാസം വരും, പെയിൻറ്റിങ്ങിൻ്റെ ഏരിയ വ്യത്യാസം വരും, അതിനകത്ത് വരുന്ന ഡോറുകളുടെയും വിൻഡോകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരും. അപ്പോൾ നമുക്കൊരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞാൽ പല രീതിയിലുള്ള പ്ലാൻ ആണെങ്കിൽ പലതിലും പല റേറ്റിലായിരിക്കും അത് ചെയ്യാൻ പറ്റുന്നത്. നമ്മളങ്ങനെ ഐറ്റം വൈസ് ഇപ്പോൾ ഒരു ഉണ്ടാക്കുന്ന നമുക്ക് BOQ എന്ന് പറയും, അതിൻ്റെ ബിൽസ് ഓഫ് ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ ഐറ്റം വൈസ് എടുക്കുമ്പോൾ ഒരു 10, 20, 30 ഐറ്റംസ് വരും. ഇപ്പം എർത്ത് ഫില്ലിംഗ് ഒരു ഐറ്റമാണ്, മണ്ണ് ഫില്ലിങ്ങിൻ്റെ ഒരു ഐറ്റമായിട്ട് വരും. ആ ഫില്ലിങ് നമ്മൾ മണ്ണ് മേടിച്ചിടുന്നതിന് ഒരു റേറ്റ്, ഇനി മണ്ണ് സൈറ്റിലുണ്ടെങ്കിൽ അത് ഇടുന്നത് മാത്രമേ ഉള്ളെങ്കിൽ, അത് ഫില്ലിങ് മാത്രമേ ഉള്ളെങ്കിൽ അതിന് വേറൊരു റേറ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ ഐറ്റം വൈസ്, ഇപ്പോൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ നമുക്ക് ഓരോ പോയിന്റ് വൈസ് പറയാം. ഇപ്പോൾ ഒരു ലൈറ്റ് പോയിന്റിന് ഇത്ര രൂപ, ഒരു സോക്കറ്റ്, ഒരു ഫാൻ പോയിന്റിന് ഇത്ര രൂപ, അങ്ങനെ പറയാം. നമുക്കിപ്പം ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുമ്പോൾ ചിലപ്പം എത്ര ലൈറ്റ് പോയിന്റ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ പലയിടത്തും പ്രശ്നം വരുന്നതാണ്. ഇപ്പോൾ ഒരു ബെഡ്റൂമിൽ നോർമലി 2 ലൈറ്റ്, ഒരു ഫാന്, ഒരു AC പോയിന്റ് അല്ലെങ്കിൽ 2 സോക്കറ്റ് ഒക്കെ ആയിരിക്കും നോർമലി കൊടുക്കുന്നത്. ഇനി ഇന്റീരിയറിന്റെ പാർട്ടായിട്ട് ചിലപ്പോൾ നമുക്ക് സീലിംഗിലൊക്കെ ഒരുപാട് ലൈറ്റുകൾ വരും, LED ലൈറ്റുകൾ, സ്ട്രിപ്പ് ലൈറ്റുകൾ. ഇനി നമ്മളൊരു പ്രയർ യൂണിറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടേബിളോ ഒക്കെ വരുവാണെങ്കിൽ അവിടെയൊക്കെ ലൈറ്റ് പോയിന്റ് വരും. ഇനി സ്റ്റെയർ കേസിൽ ഫുട് ലാമ്പുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമുക്കൊരു സ്ക്വയർ ഫീറ്റ് പറയുമ്പം അതൊന്നും ഒരിക്കലും മാച്ചിങ് ആവില്ല. നമ്മൾ പറയുന്ന ഒരു 1000 സ്ക്വയർ ഫീറ്റ് ചെയ്യുന്ന ഒരു വീടിനകത്ത് വരുന്ന ലൈറ്റ് പോയിന്റ് ആയിരിക്കത്തില്ല ഒരു 2000, 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകളിൽ വരുന്ന ലൈറ്റ് പോയിന്റുകളും ഇലക്ട്രിക്കൽ വർക്കുകളും. സിംഗിൾ ഫേസ് ചെയ്യാം, 3 ഫേസിൽ ചെയ്യാം. അപ്പോൾ അതൊക്കെ വരുമ്പോൾ അതിനെയൊക്കെ റേറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്.
അപ്പോൾ എപ്പോഴും നമ്മളൊരു വീട് വെക്കാൻ പോകുന്നവരെ സംബന്ധിച്ച് നമ്മൾ അതിൻ്റെ ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. ഇപ്പം എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, എത്ര ബെഡ്റൂം വീടാണ്, അതിനനുസരിച്ചായിരിക്കണം നമ്മൾ അതിൻ്റെ ഒരു ടോട്ടൽ കോസ്റ്റ് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന ഒരു വീടിനകത്ത് ഇത്ര രൂപ ആയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ വീടിന് ആ സെയിം റേറ്റ് തന്നെ വരണമെന്നില്ല. അപ്പോൾ നമ്മുടെ വീട് ഏത് രീതിയിലുള്ള എലിവേഷനാണ്, ഏത് രീതിയിലുള്ള സ്ട്രക്ചറാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ കമ്പാരിസൺ ചെയ്തിട്ട് അവിടെ ചെയ്തത് 1800 രൂപയ്ക്കാണ്, അതുകൊണ്ട് നമുക്ക് 1800 രൂപയ്ക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പ്ലാനും അതിനകത്തെ സ്പെസിഫിക്കേഷനും വേറെ ആയിരിക്കും. അപ്പോൾ ആ ഒരു സെയിം ആയിരിക്കത്തില്ല. ഇപ്പോൾ ഉദാഹരണം ടൈലിടുന്നത് തന്നെ ഒരു 40 രൂപ 50 രൂപ സ്ക്വയർ ഫീറ്റ് ഉള്ള ടൈൽസ് തൊട്ട് 90 100 110 രൂപ വിലയുള്ള സ്ക്വയർ ഫീറ്റിനുള്ള ടൈൽസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് രീതിയിലുള്ള ടൈൽസാണ് ഇടുന്നത്, ഏത് പെയിന്റ് ആണ് അടിക്കുന്നത്, നമുക്ക് അനുസരിച്ചാണ് നമുക്ക് അതിന് റേറ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ BOQ ഉണ്ടാക്കുന്ന, അപ്പം ഒരു നല്ലൊരു ആർക്കിടെക്ട് ആണെങ്കിൽ ആർക്കിടെക്ട് തന്നെയാണ് അതിന്റെ ബിൽസ് ആ BOQ നമുക്ക് തരേണ്ടത്. അതിനകത്ത് ഓരോ ഐറ്റം വൈസ് ഡീറ്റെയിൽ ഉണ്ടാവും. അപ്പോൾ ആ BOQ വെച്ചിട്ട് നിങ്ങൾ കോൺട്രാക്ടറോട് പറയുക ഇതിനനുസരിച്ചുള്ള റേറ്റ് തരിക എന്ന് പറയുക. അതാണ് അതിന്റെ ശരിയായ രീതി. അപ്പോൾ അവർക്കും അതിനനുസരിച്ച് നമുക്ക് റേറ്റ് ഇടാം. ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞാൽ അവർ കണ്ണും പൂട്ടി ഒരു റേറ്റ് ഇടാൻ പറ്റില്ല. നമുക്ക് അതിനകത്ത് ഡീറ്റെയിലിംഗ് ഓരോന്നും എടുത്തിട്ട് പിന്നീട് ഡീറ്റെയിലിംഗ് എടുത്തിട്ട് വേണം അത് ചെയ്യാനോ, അല്ലെങ്കിൽ പിന്നീട് ഒരു തർക്കം വരാനോ അല്ലെ പ്രശ്നങ്ങൾ വരാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു വീട് വെക്കാൻ പോകുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണെന്ന് പലരും ചോദിക്കുമ്പോൾ അവരോടൊക്കെ പറയാനുള്ളൊരു മറുപടിയായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിച്ചത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു സ്ക്വയർ ഫീറ്റ്, ഇപ്പോൾ ഒരു ചെറിയ വീടാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ 1000 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള വീടൊക്കെ ആണെങ്കിൽ നമുക്കൊരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയാം. ഇനി അല്ല അതിന് മുകളിലോട്ട് വരുന്നതൊക്കെ ഒരിക്കലും നമുക്ക് സ്ക്വയർ ഫീറ്റ് ആയിട്ട് റേറ്റ് പറയാൻ പറ്റില്ല. അതൊരു ഐറ്റം വൈസ് ആയിട്ട് തന്നെ റേറ്റ് പറയുന്നതാണ് നല്ലത്. ഇനിയല്ല സ്ക്വയർ ഫീറ്റിൽ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഐറ്റം വൈസ് ക്വാണ്ടിറ്റി എടുത്തിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റ് ഇട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ മൊത്തം എമൗണ്ട് എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിനെ നമ്മൾ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സ്ക്വയർ ഫീറ്റ് എത്ര റേറ്റ് വരുമെന്ന് പറയാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലാതെ നമുക്ക് ഒരിക്കലും വെറുതെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയാനായിട്ട് പറ്റില്ല. ഒരു വീട് വെക്കാൻ പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞായിരിക്കണം നമ്മളൊരു വീട് വെക്കാനായിട്ട്. വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഡിസൈനിങ് സംബന്ധിച്ച് ഒരു 2D 3D ഡ്രോയിങ്ങുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതിൻ്റെ ഡിസൈനിങ് തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.